വടകരനെ സംബന്ധിച്ചിടത്തോളം എന്തായാലും നമുക്ക് വിജയമുണ്ട്. പക്ഷെ അതിന്റെ പുറകെ തന്നെ സഞ്ചരിക്കല്ല. നമുക്ക് വിജയിക്കാൻ നമ്മൾ കോൺഗ്രസ് തനിച്ച് മാത്രം കോൺഗ്രസിന്റെ 15 മണ്ഡലങ്ങൾ വേറെയുണ്ട്. അവർ ഘടകകക്ഷികൾക്കുള്ള 4 മണ്ഡലം വേറെയുണ്ട്. അപ്പൊ അതിലും കൂടി നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കണം. ഇനി വടകരനെ വിട്. ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇപ്പം കണ്ണൂർ പോലുള്ള മണ്ഡലത്തിലൊക്കെ ഞാൻ ബോർഡ് പോലും ഇപ്പം ഇല്ല എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്ന വിവരങ്ങൾ നമ്മൾ അന്വേഷിച്ചപ്പോ. അപ്പൊ അവിടെയൊക്കെ ശ്രദ്ധ കേന്ദ്രീകരിക്കണം. വെറും വടകരന്റെ പിറകിൽ നടന്നു കഴിഞ്ഞാല് മറ്റുള്ള മണ്ഡലങ്ങളിലെ അവസ്ഥ എന്താ? അപ്പൊ അതുകൊണ്ട് നമ്മൾ നമ്പർ 1 ആയിട്ട് നമ്മളിപ്പോ എല്ലാവരും ശ്രദ്ധ കൊടുക്കേണ്ടത് തൃശ്ശൂര്, അതുപോലെ തന്നെ പിന്നെ തിരുവനന്തപുരം. ഓക്കെ, അതായത് സംഘികളോടാണ് ഇപ്പം ലീഡർ കെ മുരളീധരൻ ഫൈറ്റ് ചെയ്യുന്നത്. അപ്പം തൃശ്ശൂര് നമ്മളെ ശ്രദ്ധ വളരെ എന്താ പറയണ്ടേ അങ്ങനെ. കാരണം എന്താ പറയുക, അവിടെ സംഘിയും ഈ കമ്മിയൊക്കെ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ട്. അതാണല്ലോ ഇന്ന് സംഘിന്റെ ഉള്ളി സുര പറഞ്ഞേ. പാലക്കാട് ഒരു ബൈ ഇലക്ഷൻ നടക്കൂല, അത് ഉറപ്പ് പറയുന്നു എന്നൊക്കെ പറയുമ്പോൾ അതിന്റെ പിന്നിൽ ഇവരൊരു അഡ്ജസ്റ്റ്മെന്റ് ഇടുന്നത് കൃത്യമായിട്ട് പറഞ്ഞു വെക്കുന്നുണ്ടല്ലോ. അപ്പൊ അത് ശ്രദ്ധിക്കണം നമ്മൾ. ഓക്കെ, അപ്പൊ അത് എല്ലാം ഒന്ന് സൂചിപ്പിക്കാന്ന് വെച്ചിട്ടാണ് ഞാനിപ്പോ ഈ ലൈവ് ചെയ്യുന്നത്. കാരണം വെച്ചാൽ ഞാൻ കുറെ ദിവസമായി ഒരു മറ്റു മണ്ഡലത്തിൽ നമുക്ക് പോസ്റ്റ് ചെയ്യാൻ പോസ്റ്റ് വരെ കിട്ടുന്നില്ല. ഞാൻ സകലമാന വാട്സപ്പ് ഗ്രൂപ്പിലൊക്കെ നോക്കി, കിട്ടുന്നില്ല. മുഴുവൻ വടകരന്റെ, വേറെ ഒരു മണ്ഡലത്തിനെയും കിട്ടുന്നില്ല. അപ്പൊ അതാണ് പ്രശ്നം. അപ്പം വടകരയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതല്ല, അതവിടെ മതി, അതവിടെ ഉള്ളവർ ഇനി മുന്നോട്ട് പോട്ടെ. പക്ഷെ നമ്മൾ ഏറ്റവും കൂടുതൽ ഓരോ UDF പ്രവർത്തകരും നമ്മൾ ശ്രദ്ധ കൊടുക്കുന്നത്, നമ്മളെ മുഖ്യ ശത്രു നമ്പർ 1 ആയിട്ട് രാജ്യത്തിന്റെ ശത്രു ഒന്ന് സംഘി. ആ സംഘിക്ക് ഒരു അക്കൗണ്ട് തുറക്കാൻ വിടരുത്. അത് എന്താ പറയുക, ജീവൻ കൊടുത്തും അതിനെ തടയിടണം. കാരണം സംഘിനെ വിജയിപ്പിക്കുക എന്നുള്ള ഒരു കരാർ ഈ കേരളത്തിന്റെ മുഖ്യൻ അടക്കം പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഒരു 1-2 സീറ്റിൽ അവർ വിജയിപ്പിക്കൂ, ഉറപ്പാ. കാരണം കോൺഗ്രസിനെ ഇല്ലായ്മ ചെയ്യാനാണ് ഇവരുടെ ലക്ഷ്യം. അതുകൊണ്ടാണല്ലോ കേരളത്തിന്റെ മുഖ്യം പച്ച കളവുകൾ ഈ സമൂഹത്തോട് പറഞ്ഞു വെച്ചത്. കഴിഞ്ഞ ദിവസം മുമ്പേ വാർത്താ സമ്മേളനം വിളിക്കുന്നത് കേട്ടിട്ടില്ലേ നിങ്ങൾ? എന്താ അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്? ഞാൻ ചോദിക്കുന്നത്, അദ്ദേഹത്തിന് ഒരു വിവരവും ഇല്ലേ? അദ്ദേഹം പറയുന്നത് CAന്റെ വിഷയവുമായി, NRCന്റെ വിഷയവുമായി ബന്ധപ്പെട്ട് ഇന്ത്യൻ പാർലമെന്റിനകത്ത് കോൺഗ്രസ് ഒരു കാര്യവും സംസാരിച്ചില്ല എന്നാണ് ആ കേരളത്തിലെ മുഖ്യൻ പച്ച കളവ് സമൂഹത്തോട് ഇങ്ങനെ വിളിച്ചു പറഞ്ഞത്. അദ്ദേഹത്തിന് അദ്ദേഹം ആ സമയത്ത് അതൊന്നും കണ്ടിട്ടില്ലെങ്കിൽ ഗൂഗിളിലൊന്ന് സെർച്ച് ചെയ്താൽ കിട്ടൂലേ? ഈ ബില്ല് പാർലമെന്റ് അകത്തേക്ക് ആദ്യമായിട്ട് കൊണ്ടുവന്ന് ബില്ല് പാർലമെന്റിൽ വെക്കുമ്പോൾ അതിനെ കൃത്യമായിട്ട് ആദ്യമായിട്ട് എതിർത്തത് ഞങ്ങൾ ശശി തരൂർ MP-യാ. അത് ഗൂഗിൾ സെർച്ച് ചെയ്താൽ പിന്നീട് അതിൽ കൃത്യമായിട്ട് വളരെ അക്ഷരശുദ്ധിയോടുകൂടി ഇംഗ്ലീഷിൽ ലോകത്ത് മനസ്സിലാവുന്ന ഭാഷയിൽ ഏകദേശം 15 മിനിറ്റ് പ്രസംഗിച്ചത് കൊല്ലത്തെ MP NK പ്രേമേന്ദ്ര സാറാ. അങ്ങനെ കോൺഗ്രസിന്റെ എല്ലാവരും, അതിനപ്പുറത്തെ രാജ്യസഭക്കകത്തും ലോകസഭക്കകത്തും മാത്രമല്ല ഈ രാജ്യം മുഴുവനും സമരങ്ങളും ഇതിനെതിരെ പ്രതിഷേധം സംഘടിപ്പിച്ചവരാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. അതിന്റെ ഭാഗമായിട്ട് തന്നെ ഞങ്ങൾക്ക് ബീഹാറിലെ യൂത്ത് കോൺഗ്രസിന്റെ ഒരു നേതാവിനെ പോലും നഷ്ടപ്പെട്ടിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു പാർട്ടിയുടെ മുഖത്ത് നോക്കിയിട്ടാണ് ഒരു ഉളുപ്പുമില്ലാതെ ഈ മനുഷ്യൻ വന്ന് പറഞ്ഞത്. ഈ NRCന്റെ ബില്ല് പാർലമെന്റിനകത്ത് വന്നപ്പോഴേ കോൺഗ്രസ് ഒരക്ഷരം വേണ്ടിയിട്ടില്ലാന്നാ പറഞ്ഞത്. ഈ മനുഷ്യൻ എന്ത് കളവാ പറയുന്നത്? ഇയാൾക്ക് ആരാ ഇതൊക്കെ പറഞ്ഞു കൊടുക്കുന്നത്? കേരളത്തിന്റെ മുഖ്യനല്ലേ ഒന്നുമില്ലെങ്കിൽ? അയാൾ പറയുന്നത് ജനങ്ങൾ ശ്രദ്ധിക്കുന്നുള്ളൊരു ബോധം അയാൾക്ക് ഉണ്ടാവണ്ടേ? പ്രായാധിക്യം കൊണ്ട് മറന്നുപോയിട്ടാണെന്ന് എനിക്കറിയില്ല. അങ്ങനെയാണെങ്കിൽ തന്നെ അദ്ദേഹം എഴുതിക്കൊണ്ടുവന്നിട്ടാണ് ഇതൊക്കെ വായിക്കുന്നത്. ആ എഴുതിക്കൊണ്ട് കൊടുക്കുന്നവരെന്താ ഇത്രയും വിവരമില്ലാത്തവനാ? അപ്പൊ ഇങ്ങനെയുള്ള വ്യാപകമായിട്ടുള്ള പച്ച കളവുകൾ ഈ വർഗങ്ങൾ അഴിച്ചു വിടുന്നുണ്ട്. അതിനെയൊക്കെ പ്രതിരോധം തീർക്കേണ്ട ബാധ്യത ഞങ്ങൾക്കുണ്ട്. കാരണം രാജ്യത്തെ വീണ്ടെടുക്കാൻ വേണ്ടിയുള്ള പോരാട്ടത്തിലാണ് കോൺഗ്രസിന് അധികാരം മാത്രമല്ലല്ലോ വിഷയം. ഞങ്ങൾ അധികാരത്തിന്റെ പുറകെ സഞ്ചരിക്കുന്നവരല്ല. ഞങ്ങൾ ഈ രാജ്യത്തെ വീണ്ടെടുക്കാൻ വേണ്ടി, ഈ രാജ്യം ഉണ്ടാക്കിയ പാർട്ടിയല്ലേ ഞങ്ങളെ പൂർവികന്മാർ രക്തം കൊടുത്തുണ്ടാക്കിയതാ ഈ ഇന്ത്യ രാജ്യം. ആ ഇന്ത്യ രാജ്യത്തിനെ മുടിപ്പിക്കാൻ വേണ്ടിയിട്ടും നശിപ്പിക്കാൻ വേണ്ടിയും ഈ 2 വർഗങ്ങൾ, സംഘിയും കമ്മിയും ഒറ്റക്കെട്ട. അതും മാത്രമല്ല, രാജ്യത്ത് കോൺഗ്രസിനെ പരാജയപ്പെടുത്താൻ വേണ്ടി 900 പാർട്ടികൾ ഉണ്ടാക്കിച്ചിട്ടുണ്ട് ഇവരൊക്കെ കാശ് കൊടുത്തിട്ട്. അപ്പൊ ഇതിനെയൊക്കെ റിക്കവർ ചെയ്ത് വേണം ഞങ്ങൾക്ക് മുന്നോട്ട് വരണ്ടിക്കല്. അപ്പൊ അതാ ഞാൻ പറഞ്ഞു വരുന്നത്, ഞങ്ങൾ ഒരു മണ്ഡലത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചാൽ പോരാ. കേരളത്തിനകത്തുള്ള 20 പാർലമെന്റ് മണ്ഡലത്തിലും ഞങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കണം. അപ്പൊ കഴിഞ്ഞ കുറെ ദിവസങ്ങളായിട്ട് കാണുന്നതാ, ഷാഫി പറമ്പിൽ വടകര വന്നതിന് ശേഷം ഒരു മണ്ഡലത്തിന്റെ പോസ്റ്റ് പോലും ഫേസ്ബുക്കിൽ ആരും അപ്ലോഡ് ചെയ്യുന്നില്ല. നിങ്ങളുടെ നാട്ടിലുള്ളവർ അപ്ലോഡ് ചെയ്യുമ്പോഴാണ് ഞങ്ങൾക്ക് ഇതെടുത്തിട്ട് ഞങ്ങൾക്കും ഞങ്ങളുടേതായ ശൈലി പ്രചരിപ്പിക്കാനൊക്കെ പറ്റൂ. അങ്ങനെ ഒരു പോസ്റ്റ് കിട്ടുന്നില്ല. അപ്പൊ ഞാൻ മനസ്സിലാക്കുന്നത്, ഞങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണം. ഞാൻ മുമ്പേ പറഞ്ഞു വെച്ചതുപോലെ തൃശ്ശൂർ പാർലമെന്റ് മണ്ഡലവും പിന്നെ തിരുവനന്തപുരം പാർലമെന്റ് മണ്ഡലമാണ്.
അത് രണ്ടും ഞങ്ങൾ നേർക്കുനേരെ ഫൈറ്റ് ചെയ്യുന്നതാണ് കേരളത്തിലെ BJP-യോട്. ഞങ്ങൾ തൊട്ട് പറമ്പിൽ നിൽക്കുന്നത് സംഖ്യ, കമ്മിയല്ല. കമ്മികൾക്ക് പിന്നെ ഈ രാജ്യം മുഴുവൻ നശിച്ചാലും പ്രശ്നമൊന്നുമില്ല. അവരെ വർത്താനവും പ്രസംഗമൊക്കെ കേട്ടാ വിചാരിക്കൂ ഇവരിപ്പോ രാജ്യം ഭരിക്കാൻ വേണ്ടി പോകുന്നതാണ്. 540ഓളം പാർലമെന്റ് മണ്ഡലമുള്ള ഒരു രാജ്യത്ത് ആകെ മത്സരിക്കുന്ന ഈ നാണം കെട്ട വർഗ്ഗങ്ങൾ 40 എണ്ണത്തിലാ. എന്നിട്ടാ ഈ ഗീർവാണം മുഴുവൻ അടിക്കുന്നത്. എന്നിട്ട് കോൺഗ്രസിനെ കുറ്റം പറയുക, കോൺഗ്രസിന് ഇല്ലാതെ പച്ചക്കളവുകൾ വെച്ച് കെട്ടി അങ്ങ് പ്രചരിപ്പിക്കുക. അതാർക്ക് വേണ്ടിയാ? സംഖ്യക്ക് വേണ്ടിയിട്ട്. ഇപ്പൊ ഇത് മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധി ഞങ്ങൾ ഉണ്ടാക്കിയെടുക്കണോ? കേട്ടോ, ഇവർ പറഞ്ഞല്ലോ ഞങ്ങൾ സംഖ്യ അങ്ങ് വലിച്ചു കെട്ടിക്കളയും, ഞങ്ങൾ ഇവിടെ മതനിരപേക്ഷത ഉയർത്തിപ്പിടിക്കുന്നതെന്നൊക്കെ ഇവർ പറയുമ്പോ തിരിച്ചങ്ങോട്ട് ചോദിക്കണം, നിങ്ങൾ ഏത് അർത്ഥത്തിലാന്ന് ചോദിക്കുക. എങ്ങനെയാ നിങ്ങൾ സംഖ്യ പിടിച്ചു കെട്ടുക? അല്ലെങ്കിൽ ഫാസിസത്തെ എങ്ങനെയാ ഇവരെ എതിർക്കുക? അതും നമ്മൾ നോക്കണ്ടേ? അപ്പൊ ഇങ്ങനെ കല്ല് വെച്ച നുണകള് ഈ മുഖ്യനടക്കം പറഞ്ഞ് പ്രചരിപ്പിക്കുന്നുണ്ട്. ഞങ്ങൾ ചെയ്യാതെ അപരാധം വെച്ചിട്ട്. ഞാൻ പറഞ്ഞല്ലോ കോൺഗ്രസിനോട് അവർക്ക് വിയോജിപ്പുണ്ടെങ്കിൽ ആ വിയോജിപ്പ് അങ്ങനെ തന്നെ അടയാളപ്പെടുത്താൻ തർക്കം പറയുന്നില്ല. പക്ഷെ ഇല്ലാത്ത കളവുകൾ, കല്ല് വെച്ച നുണ. ഒരു മുഖ്യൻ എന്നുള്ള നിലയ്ക്ക് ആ മുഖ്യമന്ത്രിയുടെ സ്ഥാനത്തെ കസേരക്ക് പോലും ഒരു മാന്യത കൽപ്പിക്കാതെ വൈകുന്നേരം വന്നിട്ട് പച്ചക്കളവും ശുദ്ധ അസംബന്ധവും വിളിച്ചങ്ങ് പറയാ. അത് കുറെ അടിമ സഖാക്കൾ കേൾക്കുക, എന്നിട്ട് അത് ബീജി ഇട്ടിട്ട് ഇങ്ങനെ പ്രചരിപ്പിക്കുക ഗ്രൂപ്പിൽ മുഴുവൻ. ബോധമുള്ള ജനങ്ങൾ ഇതൊക്കെ വിശ്വസിക്കുമോ? ഉറപ്പ് വേണ്ടേ പറയാന്? പാർലമെന്റിനകത്ത് ഈ ബില്ല് കൊണ്ടുവന്നപ്പോ കോൺഗ്രസ് ഒന്നും പറഞ്ഞിട്ടില്ല പോലും, UDF-ന്റെ MP-മാർ ഒന്നും പറഞ്ഞിട്ടില്ല പോലും. അറ്റ്ലീസ്റ്റ് ഇയാൾക്ക് സാമാന്യ മര്യാദ ഉണ്ടെങ്കിൽ ഇത്തരം ഒരു സ്റ്റേറ്റ്മെന്റ് ഒരു വാർത്താ സമ്മേളനം നടത്തുമ്പോൾ ഗോകുളൊന്ന് അറ്റ്ലീസ്റ്റ് ചർച്ച ചെയ്തുകൂടെ? ഈ രാജ്യത്തുള്ള ജനങ്ങൾ മണ്ടന്മാരും കഴുതകളൊന്നും അയാൾ ധരിച്ചത് അറിയോ? ഇന്നത്തെ വിരൽ തുമ്പിലെ ലോകമായി മാറി. എതെവിടെ ഇവർക്ക് ആ ചിന്ത ഉണ്ടാവുമോ? കാരണം കമ്പ്യൂട്ടർ ഇവിടെ രാജ്യത്ത് കൊണ്ടുവരുമ്പോൾ അതിനെതിരെ സമരം ചെയ്ത നാണം കെട്ടവരല്ലേ ഇവര്. എന്നിട്ടും ആ കമ്പ്യൂട്ടറിന് കൂടുതലും ഇവരെ നെഞ്ചത്തല്ലേ കിടക്കുകയും ചെയ്യുന്നത്. അങ്ങനെ കാഷ്ടിച്ച കാഷ്ട പിന്നീട് വാരി വിഴങ്ങുന്ന ഒരു നാണം കെട്ട പ്രത്യശാസ്ത്രമാണ് ഈ കമ്മ്യൂണിസ്റ്റ്. ആ കമ്മ്യൂണിസ്റ്റ് തിരിച്ചറിവ് മനസ്സിലാക്കി കൊടുക്കേണ്ട ബാധ്യത ഓരോ UDF-ന്റെ പ്രവർത്തകനിക്കുമുണ്ട്. അത് ഞങ്ങൾ കൃത്യമായി മനസ്സിലാക്കി കൊടുക്കണോ? അതുകൊണ്ടാണ് ഞാൻ ആവർത്തിച്ച് പറയുന്നത് നിങ്ങളോട്. ഞങ്ങൾ എല്ലാ മണ്ഡലത്തിലെ കാര്യങ്ങളും, ഞങ്ങളെ MP-മാർ ചെയ്തു വെച്ച കാര്യങ്ങൾ, വികസന പ്രവർത്തനങ്ങൾ, ഇപ്പൊ ഒരുപാട് എന്തുണ്ടാക്കി എന്നൊക്കെ ചോദിക്കുന്നു ചില MP-മാർ. ഉണ്ടാക്കിയ കാര്യങ്ങളൊക്കെ അക്കമിട്ട് നിരത്താ. ഞങ്ങളെ MP-മാർ അത്രമാത്രം എഫോർട്ട് എടുത്തിട്ടുണ്ട് ഓരോ മണ്ഡലത്തിന് വേണ്ടിയിട്ടും. അറിയോ, കൊറോണ കാലത്ത് പോലും ഞങ്ങളെ MP-മാർക്ക് കിട്ടേണ്ട ഫണ്ട് പോലും വെട്ടിച്ചുരുക്കിയിട്ട് പോലും ഒരു അപാകതയും ഞങ്ങൾ MP-മാർ കാണിച്ചിട്ടില്ല വികസനത്തിന്റെ കാര്യത്തിൽ. വികസനം കൊണ്ടുവരുന്നതും ഈ രാജ്യം മുഴുവനും ഉണ്ടാക്കിയ പാർട്ടി ഞങ്ങളാ. കോൺഗ്രസിന്റെ ആശയങ്ങളാ, കോൺഗ്രസിന്റെ ആദർശങ്ങളോടും കോൺഗ്രസിന്റെ ദീർഘവീക്ഷണ ഈ രാജ്യം ഇന്ത്യ ആയിട്ട് നിലനിൽക്കുന്നത്. അല്ലാതെ യൂളകൾ പ്രചരിപ്പിക്കുന്നത് പോലെയല്ല. എന്നിട്ട് പറയും ഞങ്ങൾ വികസന വിരോധികളാ പോലും, ഞങ്ങൾ സംഖ്യ അങ്ങ് വളർത്തി പോലും. സംഖ്യ വളർത്തിയതൊക്കെ ആരാന്നുള്ള ബോധമുള്ള അക്ഷര വിദ്യാഭ്യാസമുള്ള ജനങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. ഈ ജന്മങ്ങളോട് പറയേണ്ടത് ഇത് പ്രാകൃത സമൂഹമല്ല, പരിഷ്കൃത സമൂഹത്തിലേക്കും ലോകം മാറി സഞ്ചരിച്ചിട്ടും ഈ വർഗങ്ങൾക്ക് ആ മാറ്റം ഉൾക്കൊള്ളാൻ നാൾ ഇന്ന് വരെ കഴിഞ്ഞിട്ടില്ല എന്നതാണ് ഓരോരു ഈ അന്തംഗമ്യ നേതാക്കന്മാരുടെ പ്രസ്താവനകൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എവിടെ അവർക്ക് വിവരം വരിക? വിദ്യാഭ്യാസ മേഖലയെ പോലും തച്ചുടക്കാൻ വേണ്ടിയിട്ട് ഒരു കാലഘട്ടത്തിൽ ശ്രമിച്ച നാണം കെട്ടവരല്ലേ ഇവര്. വിദ്യാഭ്യാസം ഉണ്ടായാൽ ആ പാർട്ടിക്കകത്ത് ആരും ഉണ്ടാകത്തില്ല എന്ന് ഇവരൊക്കെ നേതാക്കന്മാർക്കറിയാം. അതുകൊണ്ട് പക്ഷെ അതിനെയൊക്കെ എന്താ പറയുക തച്ചുടച്ചുകൊണ്ട് ഈ രാജ്യത്ത് ഉന്നത വിദ്യാഭ്യാസ മേഖലയിലും വലിയ വിദ്യാഭ്യാസത്തിന് മുന്നേറ്റം ഉണ്ടാക്കിയത് കോൺഗ്രസിന്റെ ഇച്ഛാശക്തിയാ. ആ പാർട്ടിയുടെ മുഖത്ത് നോക്കിയിട്ട് ഉളുപ്പില്ലാതെ പറയാ ഞങ്ങൾ ഈ രാജ്യത്തെ സംഘപരിവാരങ്ങൾ വളർത്തി പോലും. ഞങ്ങൾ ഈ RSS-നെ നിരോധിച്ച പാരമ്പര്യമുള്ള പാർട്ടിയാ ഞങ്ങള്, അറിയോ നിങ്ങൾ? പിന്നെ ഞങ്ങൾ ഹിന്ദുത്വ പ്രീണത സ്വീകരിക്കുന്ന പറയുന്നത് ഇവരൊക്കെ. അതോ ഞങ്ങൾക്ക് അങ്ങനെ ഇപ്പം സ്വീകരിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഞങ്ങൾക്ക് അത്തരം ആശയങ്ങളും കാര്യങ്ങളും ഞങ്ങൾക്ക് മുൻപുണ്ടായിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ 55 വർഷക്കാലം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസോ ഒറ്റയ്ക്ക് ഇന്ത്യ രാജ്യം മടക്കി ഭരിച്ച കാലത്ത് ഈ കാര്യങ്ങളൊക്കെ ചെയ്യാമായിരുന്നില്ലേ? ഞങ്ങളത് ചെയ്തോ? ഞങ്ങൾ രാജ്യത്തെ ജനങ്ങളെ ഭിന്നിപ്പിച്ചോ? പിന്നെ നിങ്ങൾ ആരാ ഇപ്പം വന്നിട്ട് ഇത് പറയുന്നത്? നിങ്ങൾ അന്ന് നിങ്ങളുടെ സ്റ്റേറ്റ്മെന്റ് തന്നെ നിങ്ങൾ അന്നത്തെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി അടക്കം പറഞ്ഞു വെച്ചതുണ്ട്. കോൺഗ്രസിനെ പരാജയപ്പെടുത്താൻ വേണ്ടി ഏത് ചെകുത്താനുമായിട്ട് കൂട്ടുകൂടാമെന്ന് ഒരു സ്റ്റേറ്റ്മെന്റ് ഇറക്കി ഉളുപ്പില്ലാതെ RSS-ന്റെ നാഗ്പൂര് ആ ശാഖയിൽ പോയി വടാപ്പാവും ചായയും കുടിച്ച് കൈ കൊടുത്ത് നിങ്ങൾ കോൺഗ്രസിനെ താഴെ ഇറക്കാൻ വേണ്ടി അന്നൊരു മുക്കൂട്ട് മുന്നണി ഉണ്ടാക്കി. അതിന്റെ ഭരണഫലം ഇന്ന് രാജ്യം അനുഭവിക്കുന്നു. എന്നിട്ട് ആ പാപവാരം മുഴുവൻ കോൺഗ്രസിന്റെ വേദിയിലേക്ക് ഉളുപ്പില്ലാതെ കെട്ടിവെക്കാൻ വേണ്ടി ശ്രമിക്കുക നാളം കെട്ട വർഗങ്ങള്. ഇതല്ലേ സത്യങ്ങള്? ഈ തിരിച്ചറിയാനുള്ള വകതിരിവ് ഇവിടുത്തെ ജനങ്ങൾക്കുണ്ട്. നിങ്ങൾ പറയുന്നത് അപ്പാട് കൊണ്ടുപോകാൻ വിശ്വസിക്കുന്നവരൊന്നുമല്ല. പിന്നെ പ്രിയപ്പെട്ട എന്റെ കോൺഗ്രസിന്റെ UDF-ന്റെ പ്രവർത്തകരോട് പറയാ, ഞങ്ങൾ അമിത വിശ്വാസം കൊടുക്കാൻ പാടില്ല. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾക്ക് 19 സീറ്റ് കിട്ടിയിരുന്നത് ശരിയാ,
പക്ഷെ അത് ഇപ്രാവശ്യം ഒരുപാട് കടമ്പകൾ ഞങ്ങൾ കടക്കാൻ ബാക്കിയുണ്ട്. ആ കടമ്പകളൊക്കെ ഞങ്ങൾ റിക്കവർ ചെയ്ത് മുന്നോട്ട് കുതിക്കണം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കഴിഞ്ഞ 19 മണ്ഡലത്തിൽ ശ്രദ്ധ നിങ്ങൾ കേന്ദ്രീകരിക്കും. കാരണം എന്താ അറിയോ, കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ ലോക്സഭാ ഇലക്ഷൻ നേരിടുമ്പോൾ മാണി കോൺഗ്രസ് ഒക്കെ ഞങ്ങളെ മുന്നണിയിലായിരുന്നു. ഇപ്രാവശ്യം അവരില്ല, അവർ പുറത്തോട്ട് പോയി. എന്തായാലും അവർ എന്തൊക്കെ പറഞ്ഞാലും അവർക്ക് അവരുടേതായ വോട്ട് ബാങ്ക് ഈ തൃശ്ശൂർ മേഖലയിലും അങ്ങ് ഇടുക്കി സൈഡിൽ കോട്ടയത്തൊക്കെ ഉണ്ട്. അപ്പൊ അതിനൊക്കെ റിക്കവർ ഞങ്ങൾ ചെയ്യണം ഇനി. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ആവർത്തിച്ച് പറഞ്ഞത്, വടകരയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ട എന്നല്ല, അതൊരു പരിധിവരെ കഴിഞ്ഞ് ഇനി അവിടെ ഏൽപ്പിച്ചവരെ അങ്ങോട്ട് നടക്കട്ടെ. പക്ഷെ സാധാരണ പ്രവർത്തകർ ഇത്തരമുള്ള മണ്ഡലങ്ങൾ ഈ 18 മണ്ഡലങ്ങളിലും ശ്രദ്ധ കേന്ദ്രീകരിക്കണം. അവിടുത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾ നാട്ടിലേക്ക് ഇതിന്റെ ശബ്ദം ശ്രമിക്കുന്നവർ ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്യണം, അല്ലെങ്കിൽ ട്വിറ്ററിൽ ചെയ്യണം, അല്ലെങ്കിൽ ഇൻസ്റ്റയിൽ ചെയ്യണം, അല്ലെങ്കിൽ ടിക്ടോക്കിൽ ചെയ്യണം. ഓക്കെ, എങ്കിലും ഞങ്ങളെപ്പോഴുള്ളവർക്ക് അത് എടുത്തിട്ട് വേണ്ട പോലെ പ്രചരിപ്പിക്കാനും കഴിയും. അത് നമ്മളിപ്പം ഇവിടെ വിദേശത്താണുള്ളത്, നമ്മളിപ്പോ നാട്ടിലില്ലല്ലോ. നമുക്കിത് നിങ്ങളോട് ആവശ്യപ്പെടുക എന്നല്ല, അതിനപ്പുറത്തേക്കൊന്നും ചെയ്യാൻ കഴിയത്തില്ല. പിന്നെ നമ്മളെ കൊണ്ട് ഇവിടെ നിന്നുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന പരമാവധി കാര്യങ്ങൾ ഞങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ഓക്കെ, അതുകൊണ്ട് ഈ സംഘപരിവാറിനെയും അന്തം കമ്മികളെയും ഈ രാജ്യത്തു നിന്ന് തുടച്ചു നീക്കാൻ ഓരോരോ UDF പ്രവർത്തകർ മുന്നോട്ട് വരണം. കാരണം രാജ്യം മുച്ചൂട് മുഴിപ്പിക്കാൻ വേണ്ടി നടക്കുന്ന 2 വർഗങ്ങളാണ്. ഒന്ന് മതത്തിന്റെ പേരിലും വർഗീയതയുടെ പേരിലും ജനങ്ങളെ ഭിന്നിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ഇപ്പറ സ്റ്റേറ്റ് അടക്കം കൊള്ളയടിച്ച് തീരെഴുതി മുഴുവൻ ബാങ്കിൽ നിന്നും കടമെടുത്ത് കേരള സ്റ്റേറ്റിനടക്കം മുടിപ്പിക്കാൻ നടക്കുന്ന മറ്റൊരു വർഗം കൂടിയാണ്. ഈ 2 വർഗത്തെയും നിങ്ങൾ തിരിച്ചറിയണം. ഒന്ന് ഫാസിസം നടപ്പാക്കുന്ന ഗവൺമെന്റാ, മറ്റൊന്ന് അതിന് ചൂട്ടുപിടിക്കുന്ന സ്റ്റേറ്റ് ഗവൺമെന്റാ. വിടുവായിട്ടും വായിലതാവൊക്കെ അവിടെ നടക്കും. ഞങ്ങൾ അങ്ങ് ഉണ്ടാക്കി കഴിയും, ഞങ്ങൾ ഇങ്ങ് തേച്ച് കഴിയും, ഞങ്ങൾ അങ്ങ് ഒട്ടിച്ചു കളയും എന്നൊക്കെ പറയും. ഒരു ഉണ്ടയും ചെയ്യാൻ പറ്റത്തില്ല ഇവർക്ക്. കാരണം ബുദ്ധിയുള്ളവർ ചിന്തിക്കത്തില്ലേ. ഇവർ ഇന്ത്യൻ പാർലമെന്റിനകത്തേക്ക് മത്സരിക്കുന്ന ആകെ 540ഓളം പാർലമെന്റ് സീറ്റിൽ മത്സരിക്കുന്നതാകെ 40 എണ്ണത്തിലാണ്. ആ 40 ഇവർക്ക് കിട്ടാൻ പോകുന്ന സീറ്റ് തന്നെ ഏകദേശം തമിഴ്നാടിന് 1-2 കിട്ടിയാൽ കിട്ടും. അതിനപ്പുറത്തേക്ക് കേരളത്തിൽ കിട്ടത്തില്ല എന്ന് എന്റെ വിശ്വാസം. പിന്നെ ഇവരെങ്ങനെ RSSനെ എതിർക്കുക? ഇനി ഇവരെ 2 ജയിച്ചു പോയി കഴിഞ്ഞാൽ അവിടെ മറ്റുള്ളവർക്ക് ചായ വാങ്ങിച്ചു കൊടുക്കുന്ന ജോലിയായിരിക്കും പാർലമെന്റിനകത്ത് ഉണ്ടാവുക. അതിനപ്പുറത്തേക്ക് ഒരു കാര്യമില്ല ഇവരെ കൊണ്ട്. അപ്പൊ അതുകൊണ്ട് ഇതൊക്കെ ജനങ്ങളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തണം. രാജ്യം നിലനിൽക്കണോ, രാജ്യത്തിന്റെ പഴയ ഇന്ത്യയെ തിരിച്ചു പിടിക്കണോ എങ്കിൽ UDFനെ വിജയിപ്പിക്കണം. അത് ജനങ്ങളോട് കൃത്യമായിട്ട് പറയേണ്ട ബാധ്യത രാജ്യത്തെ സ്നേഹിക്കുന്ന രാജ്യസ്നേഹികൾക്കുണ്ട്. അല്ലാതെ നായികക്ക് 40 വട്ടം രാജ്യസ്നേഹം പറഞ്ഞ് രാജ്യത്തെ ജനങ്ങളോട് യുദ്ധം പ്രഖ്യാപിക്കുന്ന ചാണകം തീനികളുടെ വാക്കല്ല ഇവിടെ പ്രചരിക്കേണ്ടത്. ഞങ്ങളെപ്പോലുള്ളവരെ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആശയങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നവരെ, ഈ രാജ്യമുണ്ടാക്കിയ പാർട്ടിയോടൊപ്പം നിൽക്കുന്നവരെ, അവർ ഞങ്ങളാണ് ഇത് പ്രചരിപ്പിക്കേണ്ടത്. ഞങ്ങളാണ് രാജ്യത്തിന്റെ ഐക്യവും അഖണ്ഡതയും ഉണ്ടാക്കിയത്. അത് കൃത്യമായിട്ട് മാലോകരോട് പറഞ്ഞ് മനസ്സിലാക്കണം. ഇതാണ് ഞാൻ ഇത് പറഞ്ഞങ്ങ് അവസാനിപ്പിക്കുക. ആവർത്തിച്ചൊന്നും കൂടി പറയട്ടെ, ഞങ്ങൾ മത്സരിക്കുന്നത് 20 പാർലമെന്റ് മണ്ഡലമുണ്ട്. ഒരു പാർലമെന്റ് മണ്ഡലം മാത്രമല്ല, കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു. ഇനി 40 ദിവസങ്ങളെ ഞങ്ങൾക്കുള്ളൂ, ഞങ്ങളെ മുന്നിലുള്ളൂ. ഏകദേശം 38 ദിവസം. ആ 38 ദിവസത്തിനകത്ത് 20 പാർലമെന്റിനകത്തും മണ്ഡലത്തിനകത്തും ഞങ്ങളെ മുഴുവൻ ശ്രദ്ധയും UDFന്റെ ശ്രദ്ധ കേന്ദ്രീകരിക്കണം. പ്രത്യേകിച്ചിട്ട് ഞാൻ ആവർത്തിച്ച് അടിവരട്ട് പറയട്ടെ, ഈ തൃശ്ശൂരും തിരുവനന്തപുരവും ഇത് 2ഉമാണ് സംഖ്യ ഞങ്ങളെ തൊട്ട് പറകരുത്. ഈ സംഖ്യയെ എതിർക്കുക എന്ന് പറയുന്ന കമ്മികളല്ല, അവർക്ക് ടെൻഷനും ഇല്ല. പക്ഷെ രാജ്യത്ത് കമ്മികളെ തുരത്താൻ വേണ്ടി ഈ സംഘപരിവാറിനെ തുരത്താൻ വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു പാർട്ടി കോൺഗ്രസ് ആണ്. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾക്ക് ഇവിടുന്ന് തുടങ്ങണം. അതുകൊണ്ട് ആവർത്തിച്ച് പറഞ്ഞു വെക്കുന്നു, തിരുവനന്തപുരവും തൃശ്ശൂരും ഞങ്ങളെ ശ്രദ്ധ പൂർണ്ണമായിട്ടും അവിടെ കേന്ദ്രീകരിച്ചാൽ അത്രയും നന്ന് എന്ന് മാത്രം പറഞ്ഞു വെച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ജയ് ഹിന്ദ്, ജയ് നാഷണൽ കോൺഗ്രസ്.